തിരികെ വീട്ടിലെത്തിയപ്പോഴും അവളുടെ മുഖം മാത്രം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്താണെന്ന് അവൻ ചിന്തിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തന്നിൽ ഒരു പ്രണയത്തിൻ്റെ ശ്രുതി ഉണരുന്നത് അവൻ അറിഞ്ഞു. അതിൻ്റെ അനുപല്ലവികൾക്ക് അവളുടെ ചിരിയായിരുന്നു. പാടില്ലെന്ന് പലവട്ടം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുമ്പോഴും അവളിലൊരു പട്ടം കണക്കെ പോകാൻ വെമ്പൽ കൊള്ളുകയാണ് ഉള്ളം. മനസ്സിൽ വലിയ ഭാരം പേറിയവൻ എന്താണ് അവൾ തന്നിൽ തീർത്ത മായാജാലം. ആദ്യമായി കണ്ട നിമിഷം തന്നെ എന്തോ ഒരു പ്രത്യേകത അവളിൽ ഉണ്ടായിരുന്നില്ലേ? താൻ ഒരിക്കലും മറന്നു പോകാനാവാത്തൊരു കൂടിക്കാഴ്ച അതായിരുന്നില്ലേ ആദ്യം തന്നെ അവൾ തനിക്ക് സമ്മാനിച്ചത്? അവളോടൊപ്പം ഉണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളും അവൻ മനസ്സിൽ ഓർത്തു. ഹൃദയത്തിൽ ഇടം നേടിക്കഴിഞ്ഞവൾ. അവൾക്ക് വേണ്ടി സ്വപ്നങ്ങൾ നെയ്യാൻ മനസ്സ് മുറവിളി കൂട്ടുന്നു. പക്ഷേ താൻ ഹൃദയം കൊടുത്ത് സ്നേഹിച്ചാൽ അവളെ നോവിൻ്റെ കയങ്ങളിലേക്ക് എറിയും പോലെ ആകില്ലേ? അസ്വസ്ഥമായ മനസ്സോടെയാണ് വീട്ടിലേക്ക് കയറി ചെന്നത്. ഉമ്മറത്ത് തന്നെ മല്ലിക അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു. അവൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ അവൻ ഈ ലോകത്തല്ലെന്ന് അവൾക്ക് തോന്നിയിരുന്നു. എന്തോ ചിന്തയിലാണ് വരുന്നത്. സഞ്ജു, അവർ വിളിച്ചപ്പോഴാണ് സ്വബോധത്തിലേക്ക് അവൻ വന്നതെന്ന് തോന്നി. നിന്നെ ഞാൻ എത്ര തവണ വിളിച്ചു, ഒരു വിവരം ഉണ്ടായിരുന്നില്ലല്ലോ. എന്തായി മീറ്റിംഗ്? ഒരേ സമയം പല ചോദ്യങ്ങളുമായി അവർ അരികിലെത്തി. മീറ്റിംഗ് നടന്നില്ല. ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് നല്ല തലവേദന. ഒന്ന് കിടക്കട്ടെ, അത് കഴിഞ്ഞ് വന്ന് വിശേഷങ്ങൾ പറയാം. അവൻ മുറിയിലേക്ക് കയറിപ്പോയിരുന്നു. അവൻ്റെ മുഖഭാവം അവരിലും പരിഭ്രാന്തി ഉണർത്തിയിരുന്നു. മുറിയിലേക്ക് കയറിയപ്പോൾ ഉറക്കമൊന്ന് കണ്ണുകളെ തഴുകിയിരുന്നെങ്കിൽ എന്ന് അവൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. ഉറക്കം വിട്ടുണരുമ്പോൾ എല്ലാം ഒരു സ്വപ്നമായി മാറിയിരുന്നെങ്കിൽ. എവിടെയോ തൻ്റെ മനസ്സിൽ കടിഞ്ഞാൻ നഷ്ടപ്പെട്ടു പോയി എന്ന് അവൻ ഉറപ്പായി. അവളിൽ നിന്നും അകലാനാവാതെ മനസ്സ് ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. ശരീരം മാത്രമാണ് തനിക്കൊപ്പം ഉള്ളത് എന്ന് അവന് മനസ്സിലായി. അവളോട് ഇഷ്ടമുണ്ടെങ്കിൽ അവൾക്കായി ചെയ്യാൻ കഴിയുന്നത് ആ ഇഷ്ടം കാണിക്കാതെ ഇരിക്കുക എന്നതാണ്. ഇനി ഒരുവളെ ജീവിതത്തിലേക്ക് വിളിക്കാൻ സാധിക്കില്ല. ചേർത്ത് പിടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിന് സാധിക്കാത്ത നിസ്സഹായനാണ് താന്. ഇരുട്ടാണ് തനിക്ക് ചുറ്റും. ആ അന്ധകാരത്തിലേക്ക് ഒരുവളെ കൂടി വേണ്ട. കുറേ സമയം വെറുതെ കണ്ണുകൾ അടച്ച് കിടന്നു. പിന്നെ ബാത്റൂമിലേക്ക് കയറി ഒന്ന് കുളിച്ച് തിരിച്ചു വന്നപ്പോൾ മനസ്സിനും ചെറിയൊരു ആശ്വാസം തോന്നിയിരുന്നു. എങ്കിലും അവളെ ഒന്ന് വിളിക്കാതെ, സ്വരം കേൾക്കാതെ, ശരീരത്തിൽ ജീവൻ ബാക്കി നിൽക്കില്ലാത്ത പോലെ ഒരവസ്ഥ. പലവുര മനസ്സിനെ കടിഞ്ഞാണിടാൻ ശ്രമിച്ചുവെങ്കിലും അതിന് കഴിയുന്നില്ല. അവസാനം ഗത്യന്തരമില്ലാതെ അവൻ മൊബൈലെടുത്തു. അതിന് ശ്രുതി എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പർ ഡയൽ ചെയ്യുമ്പോൾ കൈകൾ എന്തിനോ ഒന്ന് വിറച്ചു. പാടില്ല എന്ന് മനസ്സ് പറഞ്ഞു, പക്ഷേ കേൾക്കുന്നില്ലെന്ന് അതേ മനസ്സ് പറയുന്നു. വിവേകത്തിന് മുകളിൽ കൊടികുത്തി വികാരം ഭരിക്കുകയാണ്. അവസാനം എന്തു വരട്ടെ എന്ന് കരുതി അവൻ കോൾ ബട്ടൺ അമർത്തി. ഒറ്റ റിങ്ങിൽ തന്നെ ഫോൺ എടുക്കപ്പെട്ടു. പ്രതീക്ഷിച്ചിരുന്നത് പോലെ അവൻ അത്ഭുതം തോന്നി. ഹലോ സാർ. സംസാരത്തിൽ തന്നെ ഒരു പ്രത്യേക ഉത്സാഹമുള്ളതുപോലെ അവന് തോന്നിയിരുന്നു. തനിക്ക് എങ്ങനെയുണ്ട്? ഞാൻ വീട്ടിലേക്ക് വന്ന് കുറച്ചു ആയതേ ഉള്ളൂ. കുഴപ്പമില്ല സാർ, ഇപ്പോൾ നല്ല ആശ്വാസമുണ്ട്. വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു പ്രത്യേക ആശ്വാസം. നന്നായി റെസ്റ്റ് എടുക്ക്. അസുഖമൊക്കെ മാറിയിട്ട് വന്നാൽ മതി ഓഫീസിലേക്ക്. കുഴപ്പമില്ല സാർ, നാളെ ലീവ് എടുത്തോളൂ. തൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. ഭക്ഷണം കഴിക്കാത്തതിൻ്റെയൊക്കെ. നന്നായി റെസ്റ്റ് എടുത്തിട്ട് വന്നാൽ മതി. എങ്കിൽ ശരി. അത്രയും പറഞ്ഞവൻ ഫോൺ വെച്ചിരുന്നു. കുറച്ചു മുൻപ് അവൻ്റെ നമ്പറും ഡയൽ ചെയ്ത് വിളിക്കണോ വേണ്ടയോ എന്ന് കരുതിയിരിക്കുകയായിരുന്നു അവൾ. ആ ഫോൺ കോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ലഭിച്ച ആശ്വാസം കുറച്ചൊന്നുമായിരുന്നില്ല. തൻ്റെ മനസ്സ് മനസ്സിലാക്കിയെന്നതുപോലെ അവൻ വിളിച്ച നിമിഷം അവൾക്ക് സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു. എന്നാൽ നാളെ വരണ്ട എന്നവൻ പറഞ്ഞപ്പോൾ ആ സന്തോഷത്തിൽ അല്പം മങ്ങലേറ്റു. ഒരു നിമിഷം പോലും അവനെ കാണാതെ വയ്യെന്ന് മനസ്സ് വാശി പിടിക്കുകയാണ്. നാളെ ഓഫീസിൽ പോയില്ലെങ്കിൽ അവനെ എങ്ങനെ കാണും? ശ്രുതിക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ അന്ന് അജിത് അവൾക്കൊപ്പമാണ് കിടന്നത്. രാത്രി സമയം കഴിഞ്ഞപ്പോഴും കിടുകിടുത്ത് വിറക്കുന്നവളെ കണ്ടുകൊണ്ടാണ് അജിത ഉണർന്നു നോക്കിയത്. തൊട്ടു നോക്കിയപ്പോൾ തീ പൊള്ളുന്നതുപോലെ പനിയാണ് അവൾക്ക്. പരിഭ്രമം തോന്നിയിരുന്നു. ശരീരം അത്രത്തോളം ചൂടായിരുന്നു. അവളെ ഒരു പുതപ്പെടുത്ത് പുതപ്പിച്ചതിനു ശേഷം പെട്ടെന്ന് തന്നെ മുറിയിൽ നിന്നൊരു പഴയ സാരി കീറി കുറച്ച് വെള്ളത്തിൽ മുക്കി നെറ്റിയിലിട്ടു അജിത. കണ്ണു തുറക്കാൻ പോലും വയ്യാതെ കിടക്കുകയാണ് ശ്രുതി. നല്ല പനിയാണ്. ഉറങ്ങാതെ രാവിലെ വരെ അതേ ഇരിപ്പിരുന്നിരുന്നു അജിത. രാവിലെ ഒരു വിധത്തിൽ എഴുന്നേൽപ്പിച്ചിരുത്തിയാണ് അല്പം ചുക്ക് കഷായം അവൾക്ക് നൽകിയത്. അത് കുടിച്ചപ്പോൾ ചെറിയ തോതിൽ ആശ്വാസം വന്നെങ്കിലും ശരീരത്തിലെ ചൂട് ഒട്ടും തന്നെ മാറിയിട്ടില്ല. നിർബന്ധിച്ചാണ് അജിത അല്പം കഞ്ഞി കുടിപ്പിച്ചത്. ആശുപത്രിയിൽ പോകാനായി വിളിച്ചപ്പോൾ അതിന് എഴുന്നേൽക്കാനുള്ള ത്രാണി പോലും അവൾക്കില്ല എന്ന് തോന്നിയിരുന്നു. എങ്കിലൊരു കാര്യം ചെയ്യാം, ഞാൻ ആ ഹെൽത്തിൽ പോയിട്ട് വിവരം പറഞ്ഞ് മരുന്ന് വാങ്ങിയിട്ട് വരാം. ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന രാത്രി എങ്ങാനും കൂടിയാലോ? അത്രയ്ക്കൊന്നുമില്ല അമ്മേ.
അവൾ ഒഴിയാൻ നോക്കി. അത് നീ പറയുന്നതല്ലേ, അങ്ങനെയൊന്നുമല്ല, നല്ല ചൂടുണ്ട്, ഞാനൊന്ന് ഹെൽത്തിൽ പോയിട്ട് വരാം. അവർ പെട്ടെന്ന് തന്നെ പോകാൻ തയ്യാറായി. അജിത പോയി കഴിഞ്ഞപ്പോൾ ഒരു വിധത്തിൽ പതുക്കെ കട്ടിൽ നിന്നും ഒന്ന് എഴുന്നേറ്റിരുന്നു. മുഖമൊന്ന് കഴുകിയപ്പോൾ ചെറിയൊരു ആശ്വാസം പോലെ. ആദ്യം ഓടിയത് ഫോണിനടുത്തേക്കാണ്. ഫോൺ തുറന്നു നോക്കിയതും അവൻ വിളിച്ചിട്ടുണ്ടോ എന്നതായിരുന്നു. വിളിച്ചിട്ടില്ല എന്നറിഞ്ഞപ്പോൾ ഹൃദയത്തിനുള്ളിൽ എന്തോ ഒരു നോവ് ഉറഞ്ഞു കൂടുന്നത് പോലെ. യാത്ര കഴിഞ്ഞു വന്നതിനു ശേഷം അച്ഛനെ കണ്ടിട്ടില്ല. മുറിയിലേക്ക് കയറിയൊന്ന് കണ്ടാലോ എന്ന് കരുതിയപ്പോഴാണ് ഇനി തൻ്റെ പനി അച്ഛന് കൂടി പകർന്നാലോ എന്നൊരു ചിന്ത വന്നത്. അതുകൊണ്ട് അതിന് തുനിഞ്ഞില്ല. കുഞ്ഞൂട്ടൻ സ്കൂളിൽ പോകുന്നതിന് മുൻപ് അരികിൽ വന്നപ്പോഴും അമ്മ പറഞ്ഞു വിടുകയായിരുന്നു, പടരുന്നതാണ് എങ്കിൽ ഇനി പനി പിടിച്ച സ്കൂളിൽ പോകാൻ പറ്റില്ലല്ലോ എന്നോർത്ത്. അതുകൊണ്ട് തന്നെ അച്ഛനൊരു മുറിയിലേക്ക് പോയില്ല. പെട്ടെന്നാണ് വാതിലൊരു കൊട്ട് കേട്ടത്. തിരികെ അമ്മ വന്നിട്ടുണ്ടാവുമെന്ന് കരുതി വാതിൽ തുറക്കാനായി ഒരു വിധത്തിൽ നടന്നു. നടത്തത്തിനിടയിൽ ഇടയ്ക്ക് വേച്ചു പോകുന്നുണ്ട്. വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടൊന്ന് അമ്പരന്ന് പോയിരുന്നു. ശിവൻ. തന്നെ കണ്ടതും അവൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങിയതായി അവൾക്ക് തോന്നിയിരുന്നു. പ്രതീക്ഷിച്ച ആളെ തന്നെ കാണാൻ പറ്റിയല്ലോ. നീ ഇവിടെ ഉണ്ടാവുമെന്ന് കരുതിയല്ല വന്നത്, ഉദ്യോഗത്തിന് പോയിട്ടുണ്ടാവുമെന്ന് കരുതിയത്. അവനൊരു വശപ്പിശക് നോട്ടത്തോടെ പറഞ്ഞു. എന്താണ് കാര്യം? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ പറഞ്ഞിരുന്നില്ലേ എൻ്റെ പണം എനിക്ക് കിട്ടണമെന്ന്? ഇല്ലെങ്കിൽ എന്താ വേണ്ടതെന്ന് ഞാൻ ഒന്ന് പറഞ്ഞായിരുന്നില്ലേ? വീണ്ടും അവധികൾ കൂടുകയാണ്. നിങ്ങൾ പണം തരുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അതിനുവേണ്ടി ഞാനൊരു ചിട്ടി കൂട്ടിയിട്ടുണ്ട്. അത് കിട്ടിയ ഉടനെ തരും. ചിട്ടിയൊക്കെ ഏത് കാലത്ത് വട്ടമെത്താന്ന മോളെ, നീ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞതല്ലേ പണം വേണ്ടെന്ന്. അത് വേണ്ടെന്ന് ഞാൻ വയ്ക്കാം. പണത്തേക്കാൾ വലുതായിട്ടുള്ളത് എന്തൊക്കെയുണ്ട് നമുക്ക് തരാൻ? അവളുടെ ശരീരത്തിലേക്കൊന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞപ്പോൾ ശരീരം പുഴുവരിക്കുന്നത് പോലെയാണ് അവൾക്ക് ആ നിമിഷം തോന്നിയിരുന്നത്. നിങ്ങൾ ഈ നിമിഷം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം. അവളുടെ വാക്കുകൾ ശക്തി ഉണ്ടായിരുന്നു. നിങ്ങളുടെ പണം എത്രയും വേഗം ഞാൻ മടക്കി നൽകും. നീ ഇങ്ങനെ തരുന്ന് പറഞ്ഞ് എന്നെ കൊതിപ്പിക്കുന്നതല്ലാതെ ഒന്നും കിട്ടുന്നില്ല. ദ്വയാർത്ഥം വെച്ച് അവൻ പറഞ്ഞപ്പോൾ അവൾക്ക് ദേഷ്യം തോന്നിയിരുന്നു. ഇറങ്ങണോ ഇവിടുന്ന്? തൻ്റെ ഭക്ഷണത്തരം കേൾക്കാൻ എനിക്ക് നേരമില്ല. അവളുടെ മൂക്കിൻ തുമ്പ് വിറച്ചു. ഇനിയിപ്പം നീ പണമൊന്നും തരാൻ നിൽക്കണ്ട, നമുക്ക് ഇന്ന് തന്നെ ഇത് സെറ്റിൽ ചെയ്യാം. അതും പറഞ്ഞ് അവൻ അകത്തേക്ക് കയറിയപ്പോൾ അവൾക്ക് ഭയം തോന്നിയിരുന്നു. പെട്ടെന്ന് തന്നെ മുൻവാതിൽ അവൻ കൊട്ടിയടച്ചു. കുറ്റി കൂടി ഇട്ടതോടെ അവൾക്ക് ഉടലിലേക്ക് വിറയിൽ അരിച്ചു കയറി തുടങ്ങിയിരുന്നു. നിന്റെ അമ്മ ഹെൽത്തിൽ നിൽക്കുന്നത് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു ഊഹത്തിന് പുറത്ത് വന്നതാ. നീ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ. നല്ല കറക്റ്റ് ടൈമാണെന്ന് എനിക്ക് തോന്നുന്നു. വലിയ ബലമെടുത്ത് ജാട ഒന്നും കാണിക്കാതെ നീ എൻ്റെ കൂടെ നിന്റെ മുറിയിലേക്ക് വരിക. ഒരുപാട് സമയമൊന്നും വേണ്ട, കൂടിപ്പോയാ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്. അതിനുള്ളിൽ നമുക്കൊരു സെറ്റിൽമെൻറ്റ് ക്ലോസ് ചെയ്യാം. ഒരു മനുഷ്യനും അറിയാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ നിനക്ക് നിന്റെ അമ്മയും അച്ഛനും അനിയനും ഒക്കെ അറിയുന്നതാണ് പ്രശ്നമെങ്കിൽ ആ നാണക്കേട് വേണ്ട. അവർ ആരും അറിയാതെ നമ്മൾ തമ്മിലുള്ള മീറ്റിംഗ്സൊക്കെ പുറത്തു വെച്ച് മതി. ദേഷ്യം കൊണ്ട് വിറച്ചവൾ അവൻ്റെ മുഖത്തേക്ക് അടിക്കാനായി കൈ ഉയർത്തിയപ്പോൾ തന്നെ അവനത് തടഞ്ഞിരുന്നു. ആ കൈകൾ കൊണ്ട് തന്നെ അവൻ അവളെ തിരിച്ചു പിടിച്ച് ഒരു ബലപ്രയോഗം നടത്താൻ തുടങ്ങിയിരുന്നു. ശരീരം കൂടി നിസ്സഹായമായ ഒരവസ്ഥയിലായിരുന്നതിനാൽ എങ്ങനെ ചെറുത്തു നിൽക്കണമെന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു. പ്രാർത്ഥിച്ചിട്ടുള്ള ഈശ്വരന്മാരെയെല്ലാം അവൾ ഉള്ളുകൊണ്ട് ആ നിമിഷം ശപിച്ചു പോയിരുന്നു. ഒന്ന് രക്ഷിക്കാൻ പോലും ആരുമില്ല. അകത്ത് അച്ഛനുണ്ട്, പക്ഷേ സ്വന്തം മക്കൾക്ക് മാനം നഷ്ടപ്പെട്ടാലും ഒന്ന് വന്ന് സംരക്ഷിക്കാനുള്ള ത്രാണി ആ മനുഷ്യനില്ല. ബലഹീനമായ ശരീരത്തോടെയുള്ള ചില ചെറുത്തുനിൽപ്പുകൾ അവൾ നടത്തിയിരുന്നു. എങ്കിലും അവൻ്റെ ആരോഗ്യമുള്ള ശരീരത്തിന് മുൻപിൽ അതൊന്നും ആയിരുന്നില്ല. അവളെ വലിച്ചിഴച്ചുകൊണ്ട് അവൻ മുറിയിലേക്ക് കടന്നപ്പോൾ ഇനിയും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ശരിയല്ല എന്ന് അവൾക്ക് തോന്നിയിരുന്നു. കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ച് അവനെ ഉപദ്രവിക്കാൻ തോന്നിയെങ്കിലും കാര്യമായൊരു പ്രഹരം അവനെ ഏൽപ്പിക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ഈ സമയം സഞ്ജയ് ശ്രുതിയുടെ വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു. രാവിലെ മുതൽ അവളെ വിളിക്കുകയാണ്. നെറ്റ്വർക്ക് പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഫോൺ പോകുന്നുണ്ടായിരുന്നില്ല. ഒരു സമാധാനവും തോന്നാതെ വന്നപ്പോഴാണ് അവളുടെ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചത്. ഇന്നലെ ശ്രുതിയെ കൊണ്ടുവിടാൻ പോയ സമയത്ത് അവളുടെ അമ്മയുടെ നമ്പർ വാങ്ങിയത് എത്ര നന്നായി എന്ന് ആ നിമിഷം സഞ്ജയ് ഓർത്തു. അസുഖം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വിളിച്ചപ്പോഴാണ് തീരെ വയ്യെന്നും പനിയാണ് എന്ന് പറഞ്ഞതും. ആശുപത്രിയിൽ നിൽക്കുകയാണ്, നല്ല തിരക്കുള്ളതുകൊണ്ട് ഉടനെയെങ്ങും പോകാൻ പറ്റില്ല എന്ന് അവർ പറയുകയും ചെയ്തിരുന്നു. അതറിഞ്ഞ നിമിഷം തന്നെ ഹൃദയത്തിൽ എന്തോ ഒരു വേദന നിറഞ്ഞതറിഞ്ഞിരുന്നു. പനിയാണ് എന്ന് പറഞ്ഞ നിമിഷം തന്നെ ആ പനിച്ചൂട് തന്നിലേക്ക് വന്ന് നിറയുന്നത് പോലെ അവൻക്ക് തോന്നി. വല്ലാതെ വേദനിച്ചിട്ടുണ്ടാകുമോ, നല്ല ക്ഷീണം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചിന്ത
എന്തിനാണ് ഇങ്ങനെ മറ്റൊരാൾക്ക് വേണ്ടി മനസ്സാവലാതി കൂട്ടുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ എത്ര തടുത്തു നിർത്താൻ ശ്രമിച്ചിട്ടും അത് പറ്റുന്നില്ല. ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സാധിക്കാത്തൊരവസ്ഥ. അവൾക്കെന്തോ അപകടം വന്നതുപോലെ മനസ്സിലിരുന്ന് ആരോ പറയുന്നു. ഈ നിമിഷം അവൾ തൻ്റെ സാന്നിധ്യം കൊതിക്കുന്നുണ്ട് എന്ന് ഉള്ളിലിരുന്ന് ഏതോ ഒരു അദൃശ്യ ശക്തി പറയുന്നത് പോലെ. താൻ അവിടെ എത്തണമെന്ന് ഒരു ഉൾവിളി പോലെ. അതുകൊണ്ടാണ് കാറുമെടുത്തിറങ്ങിയത്. പലതവണ ചെയ്യുന്നത് ശരിയല്ലെന്ന് തോന്നി. വീണ്ടും മനസ്സിൻ്റെ കടിഞ്ഞാൻ നഷ്ടപ്പെടാൻ മാത്രമേ ഈ കൂടിക്കാഴ്ച കൊണ്ട് സാധ്യമാകൂ എന്ന് അവന് ഉറപ്പായിരുന്നു. എങ്കിലും കാണാതെ വയ്യ, അവളിലേക്ക് തന്നെ വലിച്ചടുപ്പിക്കുന്ന എന്തോ ഒരു കാന്തിക ശക്തി. അത് എന്താണെന്ന് മാത്രം മനസ്സിലാക്കാൻ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല. ഓരോന്നാലോചിച്ച് വീടിൻ്റെ അരികിലേക്ക് എത്തിയതും സഞ്ജയ് അറിഞ്ഞില്ല. താൻ ഇത്രയും സ്പീഡിലാണോ വന്നത് എന്ന് കാറിൽ നോക്കിയപ്പോഴാണോ അവന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ സമയം എങ്ങനെയോ അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് അടുക്കള വരെ എത്തിയിരുന്നു ശ്രുതി. അടുക്കളയിലേക്ക് കയറി അവനെ കറിക്കത്തി വെച്ച് കാണിച്ച് അവൾ ഒന്ന് ഭയപ്പെടുത്തി. അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കയ്യിൽ ഞരമ്പ് മുറിക്കും, തൻ്റെ മുന്നിൽ കിടന്ന് ഞാൻ ചാകും. അവനോടൊരു ഭീഷണി പോലെ അവൾ പറഞ്ഞു. എങ്കിൽ നിന്റെ ശവത്തിലെങ്കിലും എൻ്റെ ആഗ്രഹം സാധിച്ചിട്ടേ ഞാൻ പോകൂ, അവനും വീറോടെ പറഞ്ഞു. ഇനി അവന് മുന്നിൽ മറ്റൊരു രക്ഷയുമില്ലെന്ന് അവൾക്ക് തോന്നി. അരികിലേക്ക് വന്ന അവൻ്റെ മുഖത്തേക്ക് പെട്ടെന്ന് അവൾ വിതറാൻ കയ്യിൽ ലഭിച്ചത് ഒരു കവർ ഉപ്പിൻ്റെ പൊടിയാണ്. പെട്ടെന്ന് തന്നെ അത് അവൻ്റെ മുഖത്തിന് നേരെ എറിഞ്ഞു. കുറച്ചു സമയം അവൻ കണ്ണുകുടഞ്ഞു. ആ സമയം കൊണ്ട് അടുക്കള വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടിയിരുന്നു അവൾ. തൊട്ടടുത്ത് അധികം വീടുകളൊന്നുമില്ല. പടിക്കെട്ടുകൾ ഇറങ്ങി ചെല്ലുമ്പോൾ മാത്രമാണ് ഒരു വീടുള്ളത്. എങ്കിലും അവിടേക്ക് തന്നെ ഓടിക്കയറാമെന്ന പ്രതീക്ഷയിലാണ് അവൾ ഇറങ്ങി ഓടിയത്. ശരീരം തളർന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പടിക്കെട്ട് കയറി വരുന്ന ആളെ കണ്ടപ്പോഴേക്കും അവളുടെ മനസ്സിൽ എവിടെ നിന്നോ ഒരു സന്തോഷവും സമാധാനവും ഉടലെടുത്തിരുന്നു. ഈ ഒരു നിമിഷം മറ്റാരെ കണ്ടാലാണ് തനിക്കിതിൽ കൂടുതൽ സമാധാനം തോന്നുന്നത്. ഒരു പിച്ചാത്തിയും കയ്യിൽ പിടിച്ച് ഓടി വരുന്നവളെയാണ് സഞ്ജയ് കണ്ടത്. അവനെ കണ്ട നിമിഷം സ്വയം മറന്നു പോയിരുന്നു അവൾ. കയ്യിലിരുന്ന കത്തി താഴേക്കിട്ട് അവൾ ഓടിച്ചെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ആ നിമിഷം അവനും അത്ഭുതപ്പെട്ടു പോയിരുന്നു. അവളിൽ നിന്നും ഇങ്ങനെയൊരു പ്രവൃത്തി അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് ഉറപ്പാണ്. എന്നാൽ അവളെ തന്നിൽ നിന്നും അകറ്റാൻ അവന് തോന്നിയില്ല. നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരയുകയാണ് അവൾ. കാര്യം എന്താണെന്ന് പോലും അവന് ചോദിക്കാൻ സാധിക്കുന്നില്ല. ഏങ്ങൽ ചീലുകൾ മുകളിലൂടെ കരച്ചിലിൻ്റെ വേലിയേറ്റങ്ങൾ കുറയുന്നത് അനുസരിച്ച് അവൻ അവളോട് കാര്യങ്ങൾ ചോദിക്കാമെന്ന് കരുതി. എന്നാൽ അവളെ തന്നിൽ നിന്നും അകറ്റാൻ അവൻ ശ്രമിച്ചിരുന്നില്ല. അതുപോലെ ആ കൈകൾ കൊണ്ട് അവളെ ഒന്ന് പുണർന്നതുമില്ല. അവൾ പുറകെ ഓടിയെത്തിയ ഒരു പുരുഷനെ കണ്ടപ്പോൾ തന്നെ കാര്യം എന്ത് എന്ന് അവനെ ഏകദേശം മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. സ്വബോധം വീണ്ടെടുത്ത ശ്രുതി അവനിൽ നിന്നും മുഖം ഉയർത്തിയതും ആ നിമിഷം തന്നെയായിരുന്നു. ഏറെ പ്രതീക്ഷയോടെ അവൻ്റെ കണ്ണുകളിലേക്കാണ് അവൾ നോക്കിയത്. ഒരു നിമിഷം ഇരുവരുടെയും മിഴികൾ തമ്മിൽ കോർത്തിരുന്നു. എന്തു പറ്റിയടോ? ഏറെ ആർദ്രമായി അവൻ ചോദിച്ചു. സാറിന് ദൈവമാണ് ഇങ്ങോട്ട് അയച്ചത്, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ. അത്രയും പറഞ്ഞ് വീണ്ടും അവൾ കരഞ്ഞു തുടങ്ങി. എന്തോ ഒരു ഉൾപ്രേരണയാൽ തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് ആ കണ്ണുനീർ സഞ്ജയ് തുടച്ചു മാറ്റി. ആ നിമിഷം അവളിൽ ഉണ്ടായ സുരക്ഷിതത്വം കുറച്ചൊന്നുമായിരുന്നില്ല. അവളെ അല്പം നീക്കി നിർത്തി അവൾക്ക് കാവൽ എന്നതുപോലെ അവൻ അല്പം മുന്നോട്ട് കയറി നിന്നു. ആ നിമിഷം കൊണ്ട് ശിവൻ അവർക്കരികിലേക്ക് എത്തിയിരുന്നു.